ഓക്കെ, ടുഡേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ലൈറ്റിനെ കുറിച്ചാണ്. NCERT ബേസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ലൈറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ബേസിക്കുള്ള കാര്യം എന്താണ്? ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ റേഡിയേഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്? റേഡിയോ വേവ്സ് വരും, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേസ് ആൻഡ് ഗാമ റൈസ്. ഇത്രയും റേഡിയസ് ചെയ്യാനുള്ള വരുന്നത് 2, 3, 4, 7 റൈസ് വരും. ഇത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയുടെ കേസിൽ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. ഫ്രീക്വൻസി ഇങ്ങോട്ട് പോകുമ്പോൾ ഫ്രീക്വൻസി കൂടി വരും. അപ്പോൾ ഏറ്റവും ഫ്രീക്വൻസി കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വേവ് ആണ് ഗാമ റൈസ്. ഏറ്റവും ഫ്രീക്വൻസി കുറവ് റേഡിയോ വേവ്സിലാണ്. റേഡിയോ വേവ്സ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിനും മൊബൈൽ കമ്മ്യൂണിക്കേഷനും TV ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ള എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ് ആണ്. മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നത് റഡാർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ കുക്കിങ്ങിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇൻഫ്രാറെഡ് നമ്മള് നൈറ്റ് വിഷൻ ക്യാമറാസിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ റിമോട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. വിസിബിൾ ലൈറ്റ് ആണ് നമ്മുടെ ടോപ്പിക്. ഇതിൽ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ നോർമൽ നമ്മുടെ കാഴ്ചയ്ക്ക് സണ്ണിൽ നിന്ന് കിട്ടുന്ന ലൈറ്റുകളൊക്കെ നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയും. അപ്പൊ ഈ വിസിബിൾ ലൈറ്റ് പ്രധാനമായിട്ടും ഇതൊരു നോർമലി സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് വിസിബിൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. വിസിബിൾ ലൈറ്റ് പാത്തിനെ നോർമലി സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അത് ഒരു എയറിലൂടെ അല്ലെങ്കിൽ വാക്വത്തിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 300 മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏതൊരു വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 8 മീറ്റർ/സെക്കൻഡ് ആണ്. ഇഫ് ഇറ്റ് ഈസ് ട്രാവൽ ത്രൂ വാക്വം ഓർ എയർ, 3 മാക്സിമം സ്പീഡ് അതിലാണ്. അപ്പോൾ ലൈറ്റിന്റെ സ്പീഡും അത് തന്നെയായിരിക്കും. കാര്യം ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നോർമലി ലൈറ്റ് സ്പീഡ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ്. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് പാത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ചില റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യും, അതുപോലെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു പ്രോപ്പർട്ടി കാണിക്കും. ലൈറ്റിന്റെ സ്ട്രെയിറ്റ് പാത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ലൈറ്റ് ഈസ് ട്രാവൽഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, വി ക്യാൻ എക്സ്പ്ലെയിൻ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അതേപോലെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷൻ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലൈറ്റ് ഒരു സ്മോൾ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ഒപ്പേക്ക് ഓബ്ജക്റ്റ്. ഒപ്പേക്ക് മീൻസ് ഒപ്പേക്ക് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാര്യ വസ്തുക്കൾ, അതായത് നമ്മളെ ലൈറ്റിനെ കടത്തി വിടാത്ത വസ്തുക്കൾ, അതിനാണ് ഒപ്പേക്ക്. അപ്പൊ ഏറ്റവും സൈസ് കുറഞ്ഞൊരു സ്മോൾ ആയിട്ടുള്ള ഒരു ഒപ്പേക്ക് ഓബ്ജക്റ്റിന് ചുറ്റും ലൈറ്റ് ട്രാവൽ ചെയ്യുവാണെങ്കിൽ അത് ലൈറ്റ് ആ ഒരു ഒപ്പേക്ക് ഓബ്ജക്റ്റിന് ചുറ്റും ബെൻഡ് ചെയ്ത് പോകാനാണ് ടെൻഡൻസി കാണിക്കും. ആ ബെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ബെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഈ ഡിഫ്രാക്ഷൻ പോലുള്ള പ്രോപ്പർട്ടീസ് ലൈറ്റ് കാണിക്കുന്നത് ലൈറ്റ് ബെൻഡ് ചെയ്യുമ്പോഴാണ്. അതായത് ബെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെ അല്ല അപ്പോൾ ലൈറ്റ് പോകുന്നത്. അപ്പൊ ലൈറ്റ് അവിടെ ഒരു വേവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വേവ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് ലൈറ്റ് അങ്ങനെ പോകുന്നത്. ലൈറ്റ് വേവ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടും. ലൈറ്റ് അതുപോലെ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നുണ്ട്. ഒരു പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുമ്പോൾ അത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് പ്രധാനമായിട്ടും സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിന്റെ പ്രധാനപ്പെട്ട വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലൈറ്റ് പ്രധാനമായിട്ടും കാണിക്കുന്നത് ലൈറ്റ് നോർമലി ട്രാവൽ ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ്. പിന്നെ ലൈറ്റ് ഒരു അല്ലാതെ ഒപ്പേക്ക് ഒബ്ജക്റ്റിന് ചുറ്റും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിനെ ചെയ്യും, അത് ബെൻഡ് ചെയ്ത് ട്രാവൽ ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൌണ്ട് എ സ്മോൾ ഒപ്റ്റിക് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഡിഫ്രാക്ഷൻ. ആ പ്രോപ്പർട്ടി ലൈറ്റ് കാണിക്കുന്നത് വേവ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ലൈറ്റ് പാർട്ടിക്കിളായിട്ടും ആക്ട് ചെയ്യാറുണ്ട്, വേവ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. പാർട്ടിക്കിളായിട്ട് ലൈറ്റ് ആക്ട് ചെയ്യുന്നത് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ലൈറ്റ് പാർട്ടിക്കിളായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ പറയുന്നില്ല. ഇപ്പോൾ ലൈറ്റിന്റെ മറ്റൊരു പ്രോപ്പർട്ടി ആണ് ട്രാൻസ്വേഴ്സ്. ട്രാൻസ്വേഴ്സ് വേവായിട്ട് ലൈറ്റ് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? അതായത് വേവിന്റെ അതേ വേവ് ഒരു വേവ് ഉണ്ടെങ്കിൽ ആ വേവിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിന്റെ പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്നത്. ഒരു വേവ് ഉണ്ടെങ്കിൽ ആ വേവിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ
പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത്. വേവ് ഇതാണ് ഒരു വേവ് എങ്കിൽ അവിടെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ദി വേവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയും. ഇപ്പോൾ ആണ് ലൈറ്റിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്ന കാര്യം. അവിടെ ലൈറ്റ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് ആ ഒരു വേവ് സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് വേവ്സിന്റെ അതേ ഡയറക്ഷൻ തന്നെ ട്രാവൽ ചെയ്യും. പാർട്ടിക്കിൾസ് വേവ് ഇതേ ഡയറക്ഷനിലാണെങ്കിൽ വേവിന്റെ ഡയറക്ഷൻ എന്താണോ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, സൗണ്ടിന്റെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതും അതേ ഡയറക്ഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വേവ്സിനെ പറഞ്ഞ പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. പക്ഷെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള വേവ്സിനാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇനി നമുക്ക് ലൈറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്താണ് ലൈറ്റ് നമ്മൾ പറഞ്ഞു, ഒരു ഡിഫ്രാക്ഷൻ എന്ന പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. Bending of light around a small opaque object is tendency to bend around a small opaque object is called diffraction. അല്ലേ, അത് പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ പറഞ്ഞല്ലോ ഞാൻ, റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ലൈറ്റ് കാണിക്കുന്ന പറയാം. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ലൈറ്റ് കാണിക്കും. ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. എന്താണ് റിഫ്ലക്ഷൻ? അതായത് നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ സൗണ്ട്, ലൈറ്റ് വേവ്സ് സൗണ്ട് വേവ്സ് ഒക്കെ ഏതെങ്കിലും ഒരു സർഫസിൽ, അത് പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസോ അല്ലെങ്കിൽ ഇറഗുലർ സർഫസിലോ എങ്ങനെയുള്ള സർഫസിലായാലും തട്ടിയിട്ട് കുറച്ച് തിരിച്ചു വരും. തട്ടി അതേ ഏത് മീഡിയത്തിൽ നിന്നാണോ പോയത് അതേ മീഡിയത്തിലേക്ക് തന്നെ ലൈറ്റ് തിരിച്ചു വരും, ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെ ലൈറ്റിന്റെ അല്ലെങ്കിൽ സൗണ്ടിന്റെ ആ ഒരു പ്രോപ്പർട്ടിയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു സർഫസ് ഉണ്ട്, സർഫസ് ഉണ്ട്. ഇവിടേക്ക് ഒരു ലൈറ്റ് ഇൻസിഡന്റ് ആയിട്ട് ഒരു ലൈറ്റ് റേ വന്ന് പതിക്കുകയാണ്. അത് വന്ന് പതിക്കുന്ന റേ നമ്മൾ ഇൻസിഡന്റ് റേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് നോർമൽ എന്ന് പറയുന്നത്. നോർമൽ വന്ന് പതിക്കുന്ന റേയാണ് ഇൻസിഡന്റ് റേ. ഇതൊരു പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ, നല്ലൊരു പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഈ വന്ന് പതിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റ് റേ എന്ന് പറയുന്നത് റിഫ്ലക്ട് ചെയ്തിട്ട് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരും. തിരിച്ചു വരുന്ന റേക്ക് നമ്മൾ പറയുന്ന പേര് റിഫ്ലക്റ്റഡ് റേ എന്നാണ്. ഇത് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റേ വന്ന് ഇൻകമിംഗ് റേക്ക് പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. റിഫ്ലക്ഷൻ സംഭവിച്ചത് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. ഓക്കെ, അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ നോർമലായിട്ട് കണ്ണാടി എന്ന് പറയുമ്പോൾ ഫേസ് നോക്കുന്നത്, നമ്മൾ മുഖത്ത് നോക്കുന്ന കണ്ണാടി റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആണ്. അതിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്നൊരു ഇതാണ്. നമ്മൾ ഇമേജിനെ കാണുന്നത് എങ്ങനെയാണ് കണ്ണാടിയിൽ, നമ്മുടെ ഫേസിൽ നിന്ന് സൺലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ, നമ്മുടെ ബോഡിയിൽ തട്ടി റിഫ്ലക്റ്റ് ആവുന്ന ലൈറ്റ് കണ്ണാടിയിലേക്ക് വീഴുന്നിട്ട് ആ കണ്ണാടിയിൽ നിന്നും അത് ആ ലൈറ്റ്സ് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തി കണ്ണിന്റെ റെറ്റിനയിൽ ഒരു ഏത് ഓബ്ജക്റ്റിൽ നിന്നാണോ ഏത് ഓബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ആണോ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്, ആ ഓബ്ജക്റ്റിന്റെ ഇമേജ് നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ ഫോം ചെയ്യും. അപ്പൊ നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പോൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് അടിക്കുന്ന സൺലൈറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സ് ഓഫ് ലൈറ്റ്, ആ ലൈറ്റ് കണ്ണാടിയിലേക്ക്, നമ്മൾ കണ്ണിന്റെ ഫ്രണ്ടിലേക്ക് ആ ലൈറ്റ് കണ്ണാടിയിലേക്ക് വീഴുന്നു. ആ ലൈറ്റ് കണ്ണാടിയിലേക്ക് വീഴുന്നതിന് ശേഷം അത് റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ആ സർഫസിൽ നിന്നും ഇത് തട്ടി തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് തന്നെ തിരിച്ച് വരും. കണ്ണിൽ തിരിച്ചു വന്നിട്ട് കണ്ണിന്റെ റെറ്റിനയിൽ ഇതൊരു ഇമേജ് ഫോം ചെയ്യിക്കും. നമ്മുടെ ഇമേജ് ഫോം ചെയ്യിക്കും. ഏത് ഒബ്ജക്റ്റാണ് അതിന്റെ ഇമേജ് ഫോം ചെയ്യിക്കും. ആ ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്യുന്നു. ആ ഫോം ചെയ്ത ഇമേജിനെ ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുന്നു ഇന്ന ഒബ്ജക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അത് ഇങ്ങനെയാണ് നമ്മൾ വിഷൻ സാധ്യമാകുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ വിഷൻ ഇപ്പം റിഫ്ലക്ഷൻ എന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് അങ്ങനെ ഒരു കാഴ്ച എന്ന് പറയുന്ന അനുഭവം സാധ്യമാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത് റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷൻ, അപ്പോൾ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി സംഭവിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ലോസ് ഉണ്ട്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ.
രണ്ട് കണ്ടീഷൻസ് ഉണ്ട് റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ. എപ്പോഴാണ് ഒരു റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്? അവിടെ ഒരു ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ വരുന്ന ഇൻകമിംഗ് ആയിട്ടുള്ള ഇൻസിഡന്റ് റേ ഇൻസിഡന്റ് റേയും നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും. അതായത് റിഫ്ലക്റ്റഡ് റേയും നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാൽ ഇൻകമിംഗ് റേ, ആ ഇൻസിഡന്റ് റേയും നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫസ്, ഏത് സർഫസാണ് വരുന്നത്, സർഫസിൽ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പൊ ആ നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയ്ക്കുള്ള ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറയും. അതെന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് റേക്കും ഇൻസിഡന്റ് റേക്കും ഇടയ്ക്കുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇൻ കേസ് ഓഫ് എ റിഫ്ലക്ഷൻ. അപ്പോൾ ഇതൊരു സൗണ്ടിന്റെ റിഫ്ലക്ഷൻ ആയാലും ശരി, ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ആയാലും ശരി, ആ ഒരു കണ്ടീഷൻ ഉറപ്പായിട്ടും ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇതൊരു 30 ഡിഗ്രി ആണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 30 ഡിഗ്രി തന്നെയായിരിക്കും. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻസിഡന്റ് റേ നോർമൽ ടു മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ ഓൾ ലൈൻ സെയിം പ്ലെയിൻ. ഇതെല്ലാം നമുക്കൊരു സെയിം പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരു ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അതുപോലെ ഒരു ഇൻസിഡന്റ് നോർമലി നമ്മളൊരു സെയിം പ്ലെയിനിൽ നമുക്ക് ഇതിനെ വരച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ പ്രധാനപ്പെട്ട രണ്ട് ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് സ്ഫെറിക്കൽ മിറേഴ്സ് എന്താണ്. സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അത് പ്ലെയിൻ മിറർ എന്താണെന്ന് അറിയാം. പ്ലെയിൻ മിറർ നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മിററാണ് പ്ലെയിൻ മിറർ. നമ്മൾ മുഖമൊക്കെ കാണുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മിറേഴ്സ് പ്ലെയിൻ മിറേഴ്സ് ആണ്. അല്ലെങ്കിൽ കണ്ണാടിയുടെ ജനലിലേക്ക് നോർമലായിട്ട് ഉപയോഗിക്കുന്ന മിറർ പ്ലെയിൻ മിറേഴ്സ് ആണ്. എന്താണ് പ്ലെയിൻ മിററിന്റെ പ്രത്യേകത? പ്ലെയിൻ മിറർ ഉണ്ട്, ലെൻസും ഉണ്ട്. അത് മിറർ ആൻഡ് ലെൻസ്. എന്താണ് മിറർ ലെൻസ് തമ്മിലുള്ള ഡിഫറൻസ്? മിററിന് എപ്പോഴും ഒരു എന്തുണ്ടാവും, ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടാവും. പക്ഷെ ലെൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആയിരിക്കും. അതിന് ലൈറ്റ് പാസ് ചെയ്ത് കടന്നു പോകും. ഒരു സൈഡിലോട്ട് ലൈറ്റ് വന്നാൽ അടുത്ത സൈഡിലേക്ക് ലൈറ്റ് ട്രാൻസ്പെറന്റ് ആയിട്ട് പോകുന്ന ഒബ്ജക്ട്സ് ആണ് നമ്മൾ ഈ ലെൻസ് എന്ന് പറയുന്നത്. പക്ഷെ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം, ഒരു മറ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സർഫസ് കൊണ്ട് എന്തെങ്കിലും റിഫ്ലക്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സർഫസ്, എന്തെങ്കിലും ഒരു ഒബ്ജക്ട്, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ലൈറ്റിനെ കടത്തിവിടാതെ എന്തെങ്കിലും ഒരു മെറ്റീരിയലിന്റെ അടുത്ത സർഫസിലുണ്ടാവും. ഒരു സർഫസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൽ വന്ന് വീഴുന്നു, അടുത്ത സർഫസിലേക്ക് ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് പോകുന്നില്ല. അവിടെ അതിനെ തടഞ്ഞു നിർത്തുന്നതിനായിട്ട് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോട്ടിങ് എന്തെങ്കിലും ഉണ്ടാകും. അപ്പൊ അതാണ് മിറർ എന്ന് പറയുന്നത്. മിററിൽ എപ്പോഴും നമ്മൾ ലൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ മിററിലേക്ക് വീഴുന്ന ലൈറ്റ് എപ്പോഴും റിഫ്ലക്ഷൻ സംഭവിച്ച് നേരെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. കാര്യം ലൈറ്റ് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ എന്തുണ്ട്, ഒരു റിഫ്ലക്റ്റിംഗ് ഒരു സർഫസ് ആണ്, ഒപ്പയ്ക്കായിട്ടുള്ള ഒരു സർഫസ് അതിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലൈറ്റ് ചെന്ന് വീണ് കഴിഞ്ഞാൽ നേരെ തട്ടി തിരിച്ചു വരത്തേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? image formation by a plane mirror. Image formation by a plane mirror. ഒരു പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രത്യേകത, നമ്മൾ ഒരിക്കലും നമ്മൾ കാണുന്ന ഇമേജ് റിയൽ ആയിരിക്കത്തില്ല. വിർച്വൽ ഇമേജ് ആണ് നമ്മുടെ കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ശരിക്കും എന്താണ് വിർച്വൽ ഇമേജ് എന്ന് വരാൻ കാര്യം നമ്മുടെ ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ളത് ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. അതായത് ലാറ്ററലി ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമ്മുടെ കണ്ണാടിയിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് റിയൽ ഇമേജ് അല്ല, അല്ലേ? ലാറ്ററൽ ഇൻവേർഷൻ സംഭവിക്കും. എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ? അതായത് ലെഫ്റ്റും റൈറ്റും ലാറ്ററൽ ഇൻവേർഷൻ സംഭവിക്കും. ലെഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് ആയി കാണുന്ന ഇമേജാണ് നമ്മൾ കണ്ണാടിയിൽ കാണുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഒരിക്കലും റിയൽ ഇമേജ് എന്ന് വിളിക്കത്തില്ല. റിയൽ ഇമേജ് ആണെങ്കിൽ ഒരു കണ്ടീഷൻ, റിയൽ ഇമേജസിനെ നമുക്ക് എപ്പോഴും ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും. ഒരു സ്ക്രീനിലേക്ക് നമുക്ക് പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജിനെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. ഒരിക്കലും കണ്ണാടിയിലുള്ള നമ്മുടെ ഇമേജിന് ഒരിക്കലും നമുക്ക് ഒരു സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ ഒരു ഭിത്തിയിലേക്ക് പതിപ്പിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ടും അതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും എപ്പോഴും പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്നത്. പിന്നെ വേറൊരു അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇമേജ് ഫോംഡ് ബൈ പ്ലെയിൻ മിററിന്റെ അടുത്ത കണ്ടീഷൻ, ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്, ഇത് നോർമലാണ്, ഇത് ഇൻസിഡന്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ. ഇതൊരു റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇപ്പോൾ ഇവിടെ ഒരു ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. ഇതൊരു ഓബ്ജക്റ്റ്. ഈ ഓബ്ജക്റ്റും ഈ മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് യു ആണ്. അപ്പോൾ എപ്പോഴും ഒരു ഇമേജ്
പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്നത് ആ ഇമേജ് പ്ലെയിൻ മിററിന്റെ ബിഹൈൻഡ് ആയിരിക്കും, പുറം സൈഡിലായിരിക്കും ഫോം ചെയ്യുക. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ തന്നെ കണ്ണാടിയിൽ ബാക്ക് സൈഡിലേക്ക് നമ്മുടെ ഇമേജ് ഫോം ചെയ്തിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഫോം ചെയ്ത് ആ ഇമേജും ആ പ്ലെയിൻ മിറർ നമ്മൾ ഡിസ്റ്റൻസ് v ആയിട്ട് എടുക്കുന്നു. Okay, u is the distance between the plane mirror and the object, and v is the distance between the image and the plane mirror. ഒരു പ്ലെയിൻ മിററിന്റെ കേസിൽ ഈ ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടുന്ന് എത്ര അകലത്തിലാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അതേ അകലത്തിൽ തന്നെയായിരിക്കും ഇമേജും ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് പ്ലെയിൻ മിററിൽ ഇമേജ് ഫോർമേഷന്റെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ച് നോക്കാം. സ്ഫെറിക്കൽ മിറേഴ്സ് സ്ഫെറിക്കൽ മിറർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകുന്ന ഒരു ഇങ്ങനെ ഒരു സ്ഫെറിക്കൽ മിറർ ഒരു സർക്കിൾ ഷേപ്പിലായിരിക്കും ഇരിക്കുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ട്. ഒന്ന് കോൺകേവ് മിറർ, ഒന്ന് കോൺവെക്സ് മിറർ. കോൺകേവ് എന്ന ടൈമും കോൺവെക്സ് എന്ന് പറയുന്ന ടൈമും തിരിഞ്ഞു പോയത് എങ്ങനെയാണത് ഓർത്തിരിക്കാൻ പറ്റുന്നത്? സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ കോൺകേവ് എന്നാണ് പറയുന്നത്. കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തിന് കോൺകേവ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കോൺകേവ് മിററാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഇൻവേർഡ് ആയിട്ട്, റിഫ്ലക്റ്റിംഗ് സർഫസ് ഇൻവേർഡ് ആയിട്ടുള്ള ഒരു മിററിനെ പറയുന്ന പേരാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്ങനെയായിരിക്കും? ഇൻവേർഡ് ആയിട്ടായിരിക്കും. അപ്പൊ ഞാൻ ഈ കോൺകേവ് മിറർ വരയ്ക്കുന്നു, അതിന്റെ ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇൻവേർഡ് ആണ്. ഇവിടെ ആയിരിക്കും ലൈറ്റ് വന്ന് വീഴുകയും റിഫ്ലക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ഓക്കെ, പക്ഷെ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് ആയിട്ട് നിൽക്കും, പുറമെ. ഇവിടെയാണ് ലൈറ്റ് വന്ന് വീണിട്ട് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ഇവിടെയാണ് ലൈറ്റ് വന്ന് വീഴുന്നു, അത് റിഫ്ലക്ട് ചെയ്ത് പോകും. അത് ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ലൈറ്റ് വന്ന് വീണിട്ട് ഇങ്ങനെ റിഫ്ലക്ഷൻ. ഓക്കെ, കോൺകേവ് മിററിലാണ് നമ്മൾ റിഫ്ലക്ഷൻ വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോ അതാണ് രണ്ടിന്റെയും ഡിഫറൻസ്, കോൺകേവ് മിററും കോൺവെക്സ് മിറർ. കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇൻവേർഡ് ആയിട്ടുള്ള മിററിനെ പറയുന്ന പേരാണ് കോൺകേവ് മിറർ. അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഔട്ട്വേർഡ് ആയിട്ടുള്ള മിററിനെ പറയുന്ന പേരാണ് കോൺവെക്സ് മിറർ. ഇനി നെക്സ്റ്റ് ചില ടേംസ് ഉണ്ട്, മിററുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് നോക്കാം. ഒരു മിറർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ നമ്മളൊരു മിറർ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക. അത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു പോർഷൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പൊ ആ മിററിന്റെ ഏറ്റവും സെന്റർ പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് പോൾ എന്ന് പറയുന്നത്. സെന്റർ പോർഷൻ ഇതാണ് പോൾ എന്ന് പറയുന്നത്. മിററിന്റെ ഏറ്റവും സെന്റർ ആയിട്ടുള്ള പോർഷൻ, സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റീവ് സർഫസ് ഓഫ് സ്ഫെറിക്കൽ മിറർ. മിററിന്റെ ഇപ്പൊ ഞാനൊരു കോൺകേവ് മിററാണ് വരയ്ക്കുന്നത്. ഇതൊരു കോൺകേവ് മിററാണ്. റിഫ്ലക്റ്റീവ് സർഫസ് എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് ആയിട്ടിരിക്കുന്ന മിററാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെന്റർ പോർഷൻ അതിനെ പറയുന്ന പേരാണ് പോൾ എന്ന് പറയുന്നത്. റിഫ്ലക്റ്റീവ് സർഫസിന്റെ സെന്റർ പോർഷൻ പറയുന്ന പേരാണ് പോൾ. ഇനി അതുപോലെ റിഫ്ലക്റ്റീവ് സർഫസിന്റെ സെന്റർ പോർഷൻ പോൾ ആണ്. ഈ റിഫ്ലക്റ്റീവ് സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പിയറിന്റെ പാർട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത്. റിഫ്ലക്റ്റീവ് സർഫസ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സ്പിയർ കിട്ടും. അപ്പൊ ആ വരയ്ക്കുന്ന സ്പിയർ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്ന സ്പിയറിനെ നമ്മൾ പറയുന്നത്, ആ സ്പിയറിന്റെ സെന്ററിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. അതായത് റിഫ്ലക്റ്റീവ് സർഫസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? കർവ്ഡ് ഇൻവേഴ്സ് ആയിട്ടുള്ള മിററിനെയാണ് പറഞ്ഞ പേരാണ് എന്താ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ആ കോൺകേവ് മിററിന്റെ ഇൻവേർഡ് ആയിട്ടുള്ള സർഫസ് നമ്മളൊരു സ്പിയർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ വരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്പിയർ കിട്ടും. ആ സ്പിയറിന്റെ സെന്ററിനെ നമ്മൾ പറയുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ സ്പെറിക്കൽ മിറേഴ്സ് ആണല്ലോ. സ്പെറിക്കൽ മിറേഴ്സ് ഉറപ്പായിട്ടും ഇതിന്റെ റിഫ്ലക്റ്റീവ് സർഫസ് നമ്മൾ ഒരു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്പിയർ ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റിഫ്ലക്റ്റീവ് സർഫസ് ആണ്. അതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ സി ആണ്. സെന്റർ സി ആണ്, അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ ആണ് സി. ഈ സെന്റർ തൊട്ട് ഈ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് സ്ഫിയർ ആയിട്ട് കിട്ടിയ സ്ഫിയറിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അപ്പൊ സെന്റർ തൊട്ട് പോൾ വരെയുള്ള അല്ലെങ്കിൽ സി പി എന്ന് പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അതേപോലെ നമ്മൾ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട്
നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈൻ, അതായത് സെന്റർ ഓഫ് കർവേച്ചറും പോളിലൂടെ നീട്ടി ലൈൻ വരച്ചു കഴിഞ്ഞാൽ ലൈനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ്, അതായത് പോളിലൂടെയും സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് പോള്, ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഞാൻ ഇങ്ങനെ നീട്ടി ഇങ്ങനെ രണ്ടും കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ. കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ് നോക്കാം. എന്താണ് ഒരു കോൺകേവ് മിറർ ആണ്, അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇൻവേഡ് ആയിട്ടിരിക്കുന്ന മിററിനെയാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഇതൊരു പോളാണ്, സെന്റർ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെന്ററിനെ പോൾ എന്ന് പറയും. ഇത് തന്നെ അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ സി എന്ന് പറയുന്നു. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ചെയ്യുന്നത്. കുറച്ച് ഇൻസിഡന്റ് റേസ് പാരലായിട്ട് ഇങ്ങനെ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കുറച്ച് റേസ് വന്ന് കോൺകേവ് മിററിലേക്ക് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്തിട്ട് അത് റിഫ്ലക്ഷൻ സംഭവിച്ചതിന് ശേഷം അത് പ്രിൻസിപ്പൽ ആക്സിസിൽ പർട്ടിക്കുലർ പോയിന്റിൽ വന്നിങ്ങനെ കൺവേർജ് ചെയ്യും, കൂടിച്ചേരും. ആ കൂടിച്ചേരുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്, അതായത് ഇതൊരു കോൺകേവ് മിററാണ്, ഇതൊരു പോള്, ഇത് സെന്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു, കുറച്ച് ഇൻസിഡന്റ് റേസ് വരുന്നു പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കുറച്ച് ഇൻസിഡന്റ് റേസ് വരുന്നു. അത് റിഫ്ലക്ഷൻ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം ദി കോൺകേവ് മിറർ, അത് ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസിൽ അതിങ്ങനെ കൺവേർജ് ചെയ്യും, ഒരുമിച്ച് ചെയ്യും. ആ പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എഫ് ആണ് പ്രിൻസിപ്പൽ ഫോക്കസിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലെറ്റർ, ക്യാപിറ്റൽ എഫ്. ദെൻ ഇവിടുത്തെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് സി പി ഓർ ലെങ്തിന് നമ്മൾ റേഡിയസ് തന്നെ പറഞ്ഞു, സി പി റേഡിയസ് ഓഫ് കർവേച്ചർ ആർ എന്നല്ലേ പറഞ്ഞു, സി പി റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ എഫ് ഒരു കോൺകേവ് മിറർ ആയാലും ശരി, കോൺവെക്സ് മിറർ ആയാലും ശരി, ഈ എഫ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ഈ സി പി എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ എക്സാക്ട് മിഡിലായിരിക്കും, മിഡ് പോയിന്റ് ആയിരിക്കും. അതായത് സി പിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും, സി പിയുടെ മിഡ് പോയിന്റ് ആയിട്ടായിരിക്കും ആര് വരുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് സി പി എന്ന് പറയുന്ന ലൈനെ നമുക്ക്, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ, സി പി എന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് കർവേച്ചറിനെ നമുക്ക് സി എഫ് പ്ലസ് എഫ് പി എന്ന് എഴുതാമല്ലോ. കാര്യം ഇത് എഫ് മിഡ് പോയിന്റ് ആണെങ്കിൽ സി പി അത് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. സോ സി എഫ് എന്ന് പറഞ്ഞ ഈ ലെങ്ത് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ സി എഫ് പ്ലസ് എഫ് പി എന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞല്ലോ, ഈ പ്രിൻസിപ്പൽ ഫോക്കസ് തൊട്ട് പോള് വരെയുള്ള ഈ ലെങ്തിനെ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺകേവ് മിറർ. പ്രിൻസിപ്പൽ ഫോക്കസ് തൊട്ട് പോള് വരെയുള്ള ലെങ്ത്, പ്രിൻസിപ്പൽ ഫോക്കസ് തൊട്ട് പോള് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഈ എഫ് പി എന്ന് പറയുന്ന വാല്യൂ എഫ് ആണ്, ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ സി എഫ് എന്ത് തന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും, എഫ് തന്നെയായിരിക്കും. അപ്പോൾ സി പി എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ വരും, സി പി എന്ന് പറയുന്ന വാല്യൂ സി പി സിക്കൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. നമ്മൾ സി എഫ് പ്ലസ് എഫ് പി എന്ന് എഴുതി. ഇപ്പൊ സി എഫ് എന്ന് പറയുന്നത് പറഞ്ഞു എന്താണ്, സി എഫ് പ്ലസ് എഫ് പി ആണ്. എഫ് പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഫോക്കൽ ലെങ്ത് ആണ്. എഫ് പി എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്, ദ ഡിസ്റ്റൻസ് ഫ്രം ദി പ്രിൻസിപ്പൽ ഫോക്കസ് ടു ദി pole of the lens is called, pole of the mirror is called focal length. അപ്പോൾ എഫും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എഫ് പി ആണ്, എഫ് ആണെങ്കിൽ എഫ് സി എഫും തമ്മിലുള്ള ഡിസ്റ്റൻസും എഫ് തന്നെയായിരിക്കും. കാര്യം ഈ എഫ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ഫോക്കസ് സി പി എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2f കിട്ടും. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ സി പി ആർ ഈസ് ഈക്വൽ ടു 2f. ഇതൊരു ഇമ്പോർട്ടന്റ് കണ്ടീഷനാണ്. ആർ ഒരു സ്പെറിക്കൽ മിറേഴ്സ്, കോൺകേവ് ആയാലും ശരി കോൺവെക്സ് ആയാലും ശരി, റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഓൾവേസ് ട്വൈസ് ദി ഫോക്കൽ ലെങ്ത് ആയിരിക്കും. വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ടോപ്പിക്ക് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ. കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു കോൺവെക്സ് മിറർ എടുക്കും. കോൺവെക്സ് മിറർ ആകുമ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്വേർഡ് ആയിട്ട്. ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഔട്ട്വേർഡ് ആയിട്ടുള്ള പോർഷനെയാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ഇതിന്റെ സെന്റർ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെന്ററിനെ നമ്മൾ പോൾ എന്ന് പറയുന്നു. ആ പോളിലൂടെ ഞാൻ വരയ്ക്കുന്ന ഒരു ലൈൻ ഉണ്ട്. ആ പോള് ഇത് പോളാണ്. പിന്നെ ഇത് റിഫ്ലക്റ്റീവ് സർഫസ് ആണല്ലോ, ഇത് ഔട്ട്വേർഡ് ആയിട്ടിരിക്കുന്നത്. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സ്പിയർ കിട്ടും. ആ സ്പിയറിന്റെ സെന്ററിനെയാണ് ഈ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ പോള് തൊട്ട് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ആ ലെങ്തിലൂടെ ഞാൻ ആ പോള് തൊട്ട് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഞാൻ നീട്ടി വരയ്ക്കുന്ന ലൈൻ, ആ ലൈനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ CP സെന്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോളുകളുടെ ലെങ്തിന് ഞാൻ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നു. ഇനി കുറച്ച് റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കോൺവെക്സ് മിററിലേക്ക് വന്ന് പതിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് ഇങ്ങനെ റിഫ്ലക്ഷൻ സംഭവിച്ചതിന് ശേഷം ഇങ്ങനെ പോകുന്നതാണ്. ഓക്കെ, ഇങ്ങനെ പോകും. നമ്മളിതിനെ റിഫ്ലക്റ്റഡ് റേ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് എമേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എമേർജ് ചെയ്ത് പ്രിൻസിപ്പൽ ആക്സിസിന്റെ പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എമേർജ് ചെയ്ത് വരുന്നതായിട്ട് തോന്നും. ഞാൻ ഫിഗറിൽ വരച്ചപ്പോഴത്തേക്ക് അത് കറക്റ്റ് വരച്ചില്ല. ഇങ്ങനെ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുമ്പോഴത്തേക്ക് എല്ലാം ഒരു പോയിന്റിൽ നിന്ന് തന്നെ വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, എല്ലാം ഒരു പോയിന്റിൽ തന്നെ വരുന്നതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് കോൺവെക്സ് മിററിൽ കണ്ടുപിടിച്ചത്? ശരിക്കും നമ്മൾ ആ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്തത്. അല്ലാതെ നോർമലായിട്ട് നമുക്ക് അവിടെ ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് കേവ് മിററിൽ ഉണ്ടായതുപോലെ ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മൾ വരച്ചില്ല. അവിടെ കാര്യം ഇവിടെ ലൈറ്റ് റേസ് ഇവിടെ ഡൈവേർജ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ലൈറ്റ് റേസ് എമേർജ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ പറയുന്ന പേരാണ് കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു റിയൽ ആയിട്ടുള്ള ഫോക്കസ് അല്ല, വിർച്വൽ ഫോക്കസ് ആണുള്ളത്. കോൺവെക്സ് മിററിന് ഫോക്കസ് എന്ന് പറഞ്ഞാൽ വിർച്വൽ ഫോക്കസ് ആണുള്ളത്. പക്ഷേ കോൺകേവ് മിററിന് റിയൽ ഫോക്കസ് ആണുള്ളത്. കോൺകേവ് മിററിന്റെ കേസിൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിരിക്കും, ഇവിടെ എന്ന് പറഞ്ഞാൽ വിർച്വൽ ഫോക്കസ് ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതാണ് ഇതിന്റെ കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പൽ ഫോക്കസ് F തൊട്ട് പോളി വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് F എന്ന് പറയുന്നത്. ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് CP തൊട്ട് C വരെയുള്ള ലെങ്തിനെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. അപ്പോൾ CP റേഡിയസ് ഓഫ് കർവേച്ചർ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? PF പ്ലസ് FC എന്ന് എഴുതാം. ഈ പോയിന്റിനെ നമ്മൾ F എന്ന് പറയാതെ മിഡ് പോയിന്റ് ആണ്, PC-യുടെ മിഡ് പോയിന്റ് ആയിട്ടാണ് വരുന്നത്. കാര്യം സ്പെറിക്കൽ മിറേഴ്സിന്റെ കേസിൽ എപ്പോഴും റേഡിയസ് ഓഫ് കർവേച്ചറിന് മിഡ് പോയിന്റ് ആയിട്ടായിരിക്കും പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്നത്. സോ ഞാൻ അതിനെ എങ്ങനെ എഴുതുന്നു? CP PF പ്ലസ് FP എന്ന് എഴുതുന്നു. PF പ്ലസ് FC ആണ് എന്ത്? CP എന്ന് പറയുന്നത്. അതിൽ P മുതൽ F വരെയുള്ള ലെങ്തിനെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ? ഫോക്കൽ ലെങ്ത് ഇസ് ഡിസ്റ്റൻസ് ഫ്രം ദി പോൾ ടു ദി പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിനെയും പോളിനെയും ഇടയ്ക്കുള്ള ലെങ്തിനെ പറഞ്ഞ പേരാണ് ഫോക്കൽ ലെങ്ത്. അപ്പൊ PF-ന് ഞാൻ F എന്ന് കൊടുക്കുന്നു. ഇതേ ലെങ്ത് തന്നെയാണ് എന്ത് പറയുന്നത്? FC എന്ന് പറയുന്നത്. കാര്യം ഈ ഒരു ലെങ്ത്, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയുള്ള ഈ ലെങ്തും ഇവിടെ ഇങ്ങോട്ടുള്ള ലെങ്ത് ഈക്വൽ ആണ്. ഇത് F ആണെങ്കിൽ സ്മോൾ F ആണെങ്കിൽ ഇതും സ്മോൾ F തന്നെ ആയിരിക്കും. സോ R ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 2F എന്ന് തന്നെ വരും. സ്പെറിക്കൽ മിറേഴ്സിന്റെ കേസിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ട്വൈസ് ദ ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. അടുത്ത ടോപ്പിക് ഇതിന്റെ കൂടെ ഉള്ള ബാക്കി ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പേർച്ചർ എന്താന്ന് പറഞ്ഞില്ല. അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടല്ലോ, റിഫ്ലക്റ്റിംഗ് സർഫസിനെ പറഞ്ഞ പേരാണ് അപ്പേർച്ചർ എന്ന് പറയുന്നത്. ഡയമീറ്റർ ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ് സ്ഫെറിക്കൽ മിറേഴ്സ് അപ്പേർച്ചർ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ട്, റിഫ്ലക്റ്റീവ് സർഫസ് ഉണ്ട്. ഇത് കോൺകേവ് കോൺവെക്സ് മിറർ ആണെങ്കിൽ ഇതിന്റെ റിഫ്ലക്റ്റീവ് സർഫസിനെ പറയുന്ന പേരാണ് അതിന്റെ അപ്പേർച്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഇമേജ് ഫോർമേഷൻ ബൈ സ്ഫെറിക്കൽ മിറേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എക്സാംസിന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഇമേജ് ഫോർമേഷൻ ബൈ സ്ഫെറിക്കൽ മിറേഴ്സ്, അല്ലെങ്കിൽ ഇമേജ് ഫോർമേഷൻ സ്ഫെറിക്കൽ ലെൻസും ഉണ്ട്. ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ, മിററിന്റെ ഇമേജ് ഫോർമേഷൻ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്.
കോൺകേവ് മിറർ എങ്ങനെയാണ് ഫസ്റ്റിലെ ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺകേവ് മിറർ ആണല്ലോ, സർഫസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇൻവേഡ് ആയിട്ടുള്ള മിററിനെയാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ വെച്ചിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിൽ നിന്നും വരുന്ന റേസ് അല്ലെ റേ ഓഫ് ലൈറ്റ് അതൊരു റിഫ്ലക്റ്റിംഗ് കോൺകേവ് മിററിലേക്ക് വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇതൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് വന്ന് കൺവേർജ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ദ ഇൻസിഡന്റ് റേസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഇൻസിഡന്റ് റേസ് അല്ലെ. ഇൻസിഡന്റ് റേസ് ഈ ഓബ്ജക്ട് എ ബി എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് ആണ്, അത് ഇൻഫിനിറ്റിയിലാണുള്ളത്. അവിടെ നിന്ന് ഇൻകമിങ് ആയിട്ട് വരുന്ന ഇൻസിഡന്റ് റേസ് ആഫ്റ്റർ ഇവിടെ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈ ഒരു ഇത് ഇവിടെ വരും ഇൻകമിങ് ഇൻസിഡന്റ് റേസ് വരുന്ന ഇൻസിഡന്റ് റേസ് ഇവിടെ വന്നിട്ട് ഒരു ഇൻഫിനിറ്റിയിൽ വരുന്ന ഇൻസിഡന്റ് റേസ് റിഫ്ലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്നിട്ട് കൺവേർജ് ചെയ്യും. ആ പറയുന്ന കൺവേർജ് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ ഇൻസിഡന്റ് റേസും എല്ലാ റിഫ്ലക്റ്റഡ് റേസും കൺവേർജ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഓബ്ജക്റ്റ് ഇരിക്കേണ്ടത് ഇൻഫിനിറ്റിയിലായിരിക്കണം. അപ്പോൾ ആ ഓബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ഈ പ്രിൻസിപ്പൽ ഫോക്കസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ആ ഇമേജിന്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ ആയിരിക്കും, പിന്നെ ഡിമിനിഷ്ഡ് ആയിരിക്കും. വളരെ പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ള ചെറിയ ഏറ്റവും സ്മോൾ ആൻഡ് പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. പക്ഷെ അത് റിയൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് സൺലൈറ്റ് നമ്മളൊരു കോൺകേവ് മിററിലേക്ക് ഫോക്കസ് ചെയ്തതിന് ശേഷം ഒരു പേപ്പർ വെച്ചിട്ട് ആ ഒരു ഇമേജ് നമ്മൾ വീഴ്ത്തുകയാണെങ്കിൽ, അതായത് സണ്ണിന്റെ ഇമേജ്, സണ്ണിൽ വരുന്ന സൺലൈറ്റ് നമ്മൾ ഒരു കോൺകേവ് മിററിലേക്ക് വീഴ്ത്തിയിട്ട് ആ കോൺകേവ് മിററിൽ അപ്പോൾ സണ്ണിന്റെ ഇമേജ് ഫോം ചെയ്യും. അതൊരു പോയിന്റ് സൈസിലുള്ള ഇമേജ് ആയിരിക്കും. അതിന് സണ്ണ് ഇരിക്കുന്നത് എവിടെയാണ്? ഒരു ഇൻഫിനിറ്റിയിലാണുള്ളത്. അപ്പോൾ സണ്ണിന്റെ ഇമേജ് കോൺകേവ് മിററിൽ ഫോം ചെയ്യും. അതിട്ട് നമ്മളൊരു പേപ്പറിലേക്ക് നമ്മൾ റിയൽ ഇമേജ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഇതിനെ ഒരു സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ പേപ്പറിലേക്കോ നമുക്ക് വീഴ്ത്താൻ പറ്റും. അപ്പോൾ ഇത് സ്ക്രീനിലേക്ക് വന്ന് വീഴ്ത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ പേപ്പർ ചൂടായിട്ട് ഇത് ബേൺ ചെയ്ത് പോകാനായിട്ട് കാണാം. കാര്യം എന്താ? ഹീറ്റ് കാരണം ആണ് ബേൺ ചെയ്യുന്ന കാര്യം. സൺലൈറ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. സൺലൈറ്റ് ഉള്ള എനർജി കാരണം ആ പേപ്പർ കത്തുന്ന കാണാൻ പറ്റും. വലിയ അപ്പർച്ചറുള്ള, അതായത് വലിയ വിസ്താരമുള്ള ഈ കോൺകേവ് മിററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വലിയൊരു ഏരിയ തന്നെ വേണേൽ അതുപോലെ നമുക്ക് വെച്ചിട്ട് കത്തിച്ച് കളയാൻ പറ്റും. അതുപോലെ സോളാർ ഫർണസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അതിന്റെ ബേസിലാണ്. സോളാർ ഫർണസ്, സോളാർ കുക്കറൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ കോൺകേവ് മിറർ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. കോൺകേവ് മിററിലേക്ക് ഇൻസിഡന്റ് ഇൻകമിങ് ആയിട്ടുള്ള ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന റേ ഓഫ് ലൈറ്റ് വീഴ്ത്തിയതിനു ശേഷം ആഫ്റ്റർ റിഫ്ലക്ഷൻ അതൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് അത് കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുമ്പോൾ ഹൈലി പോയിന്റ് സൈസ് ആയിട്ടുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത്ര റേസിന് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത്ര എനർജി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ എനർജി കാരണമാണ് ഈ ലൈറ്റ് ആ പേപ്പറൊക്കെ ബേൺ ചെയ്ത് കത്തുന്നത് ഞാൻ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് കേസ്, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ പറഞ്ഞ ഇമേജിന്റെ പ്രത്യേകത പറഞ്ഞ ഇമേജ് ഒരു റിയൽ ഇമേജ് ആയിരിക്കും, പോയിന്റ് സൈസിൽ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അടുത്ത കേസ്, ഈ ഓബ്ജക്റ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഇൻഫിനിറ്റിക്കും അതുപോലെ സെന്റർ ഓഫ് കർവേച്ചറിന്, കോൺകേവ് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിന് ഇൻഫിനിറ്റിക്ക് ഇടയിലായിരിക്കും, അല്ലെങ്കിൽ ബിയോണ്ട് സി, സെന്റർ ഓഫ് കർവേച്ചറിന് ഇപ്പുറത്തേക്ക് മാറ്റി എവിടെയെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിക്കും എഫിനും സെന്റർ ഓഫ് കർവേച്ചറിന് പ്രിൻസിപ്പൽ ഫോക്കസിന് ഇടയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ആ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ്. കാര്യം ഓബ്ജക്റ്റിന്റെ സൈസ് ഇത്രയും ഉണ്ടെങ്കിൽ ഇമേജിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും. ഓക്കെ, പക്ഷെ ഇമേജ് ഫോം ചെയ്യുന്നത് സെന്റർ ഓഫ് കർവേച്ചറിനും പ്രിൻസിപ്പൽ ഫോക്കസിന് ഇടയിലായിരിക്കും. ആ ഇമേജ് റിയൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. റിയൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. റിയൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ഇമേജ് ഇസ് ഓൾവേസ് ഇൻവേർട്ടഡ്. അതുപോലെ വിർച്വൽ ഇമേജ് ഇസ് ഓൾവേസ് ഇറക്റ്റ് ആയിരിക്കും. വിർച്വൽ ഇമേജ് ഇസ് ഓൾവേസ് ഇറക്റ്റ്. ഇറക്റ്റ് മീൻസ് എന്താണ്? അപ്രൈറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഇമേജ്. അപ്രൈറ്റ് മീൻസ് നിവർന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ഓബ്ജക്റ്റ് ഉള്ളത് അതേ പൊസിഷനിൽ തന്നെ നിൽക്കുന്നതാണ് ഇറക്റ്റ് ഇമേജ്, അല്ലെങ്കിൽ അപ്രൈറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഇമേജ്. വെർച്വൽ ഇമേജ് എപ്പോഴും ഇറക്റ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. പക്ഷേ റിയൽ ഇമേജ് ഇൻവേർട്ടഡ് ആയിട്ട് വരത്തുള്ളൂ. റിയൽ ഇമേജ് ഇൻവേർട്ടഡ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ
കോൺകേവ് മിററിൽ ഒരു ഇമേജ് ഓബ്ജക്റ്റ് ഉള്ളത് ബിയോണ്ട് സി ആണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരിക്കും. അതിന്റെ ആ ഇമേജിന്റെ പ്രത്യേകത അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി അടുത്ത കേസ്, ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദീസ് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിലാണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നതും സെന്റർ ഓഫ് കർവേച്ചർ തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് എ ബി എന്ന് പറയുന്നതാണ് ഓബ്ജക്റ്റ്, എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതാണ് ഇമേജ്. ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ തന്നെ ആയിരിക്കും? സെന്റർ ഓഫ് കർവേച്ചർ തന്നെ ആയിരിക്കും. അത് റിയൽ ഇമേജ് ആയിരിക്കും, അതുകൊണ്ടാണ് ഇൻവെർട്ടഡ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഓബ്ജക്റ്റ് അറ്റ് ദി സെന്റർ ഓഫ് കർവേച്ചർ, ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദി സെന്റർ ഓഫ് കർവേച്ചർ. അതിന്റെ ഇമേജിന്റെ പ്രത്യേകത റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, പിന്നെ സെയിം സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് ആയിരിക്കും. ഓബ്ജക്റ്റ് എത്ര സൈസ് ഉണ്ടോ അതേ സൈസ് തന്നെ ആയിരിക്കും ഇമേജിനുള്ളത്. അത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും ഇമേജിന്റെ പ്രത്യേകത, പിന്നെ സെയിം സൈസ് ഓഫ് ഓബ്ജക്റ്റ് ആയിരിക്കും, സെയിം സൈസ് ഓഫ് ഓബ്ജക്റ്റ്. മറ്റേ കേസിൽ അവിടെ സെക്കൻഡ് കേസിൽ നമ്മൾ നോക്കിയത് ഇമേജ് ലെസ് ദാൻ ദി സൈസ് ഓഫ് ഓബ്ജക്റ്റ് ആയിരുന്നു. ഫസ്റ്റ് കേസിൽ നോക്കിയത് ഇമേജ് പോയിന്റ് സൈസിലായിരുന്നു. അടുത്ത കേസ് ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. സെന്റർ ഓഫ് കർവേച്ചറിന് പ്രിൻസിപ്പൽ ഫോക്കസിന് ഇടയിലാണ് നമ്മൾ ഓബ്ജക്റ്റ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് സെന്റർ ഓഫ് കർവേച്ചറിനും പ്രിൻസിപ്പൽ ഫോക്കസിന് ഇടയ്ക്കാണ്. നമ്മൾ ഇമേജ് ഫോം ഓബ്ജക്റ്റ് വെക്കുന്നതുണ്ടെങ്കിൽ, എ ബി എന്ന് പറയുന്നതാണ് ഓബ്ജക്റ്റ് വെക്കുന്നതുണ്ടെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിയോണ്ട് സി ആയിരിക്കും. സിക്ക് ഇപ്പുറത്തേക്ക് മാറിയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അതായത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഇമേജ് ഫോം ചെയ്യുന്നത് സിക്ക് ബിയോണ്ട് ആയിരിക്കും. ആ ഇമേജിന്റെ പ്രത്യേകത അതും റിയൽ ആയിരിക്കും, ഇൻവെർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും. അതും റിയൽ ഇമേജ് ആണ്, ഇൻവെർട്ടഡ് ആയിരിക്കും, പിന്നെ എല്ലാർജ് ആയിരിക്കും. ഓബ്ജക്റ്റിനെ കാട്ടി കുറച്ചുകൂടെ സൈസ് കൂടിയ ഇമേജ് ആയിരിക്കും, എല്ലാർജ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യും, എല്ലാർജ് ഇമേജ് ഫോം ചെയ്യും. അതാണ് ആ കേസ്. അതായത് ഓബ്ജക്റ്റ് സ്പേസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്, ഇമേജ് ഇസ് ഫോംഡ് ബിയോണ്ട് സി. നെക്സ്റ്റ്, ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിൽ ഓബ്ജക്റ്റിനെ കൊണ്ടുവച്ചാൽ ഇമേജ് ഫോം ചെയ്ത് ഇൻഫിനിറ്റിയിലായിരിക്കും. ആണോ, ഇമേജ് ഫോം ചെയ്ത് ഇൻഫിനിറ്റി മീൻസ് ഇമേജ് ലൈറ്റ്സ് ഇങ്ങനെ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്, റിഫ്ലക്റ്റഡ് റേ ഓഫ് ലൈറ്റ് കൺവേർട്ട് ചെയ്യുന്നില്ല, അതിങ്ങനെ പാരലായിട്ട് പോകുന്നത് ഇമേജ് ഫോം ചെയ്യുന്ന ഇൻഫിനിറ്റിയിലാണെന്ന് പറയുന്നത്. ഇൻഫിനിറ്റിയിലായിരിക്കും ഈ റേ ഓഫ് ലൈറ്റ് കൂട്ടിമുട്ടുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ പ്രിൻസിപ്പൽ ഫോക്കസിലാണ് ഓബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. ആ ഇമേജിന്റെ പ്രത്യേകത കുറച്ച് എല്ലാർജ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നത്, എല്ലാർജ് ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. എല്ലാർജ് മീൻസ് കുറച്ച് എല്ലാർജ് ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞ പാരലൽ ബീം, റേ ഓഫ് ലൈറ്റ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നതല്ലേ ഞാൻ പറഞ്ഞു. ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായതുകൊണ്ട് ഇത് പാരലായിട്ട് പോകുന്നു. പാരലൽ ബീം ഓഫ് ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു കേസ് ഉപയോഗിക്കാം. പാരലൽ ബീം ഓഫ് ലൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഓബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബിറ്റ്വീൻ അറ്റ് ദി ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസിൽ ഓബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ, കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ ഓബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അതുപോലെ പാരലൽ ബീം ഓഫ് ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇമേജ് പാരലായിട്ടായിരിക്കും പോകുന്നത്. ഈ അറേ ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ് പാരലായിട്ട് പോകുന്നത് കൊണ്ട് അത് ഇൻഫിനിറ്റിയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നു പറയാം. അത് കൂട്ടിമുട്ടുന്നില്ലല്ലോ. അപ്പോൾ അത് ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും ഫോം ചെയ്യുന്നു പറയാം. അല്ലെങ്കിൽ നമുക്ക് പാരലൽ ബീം ഓഫ് ലൈറ്റ് കിട്ടുന്നതിനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇങ്ങനെ ഓബ്ജക്റ്റിനെ നമ്മൾ അവിടെ വെക്കുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസിൽ വെക്കുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ ടോർച്ച് ലൈറ്റ്, സെർച്ച് ലൈറ്റിലൊക്കെ ബൾബ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിലാണ്. അതായത് ഞാനൊരു ടോർച്ചിന്റെ ഇൻസൈഡ് ഉള്ള മിറർ ഇങ്ങനെ ഭാഗത്തേക്ക്, ഇതാണല്ലോ ടോർച്ചിന്റെ ഒരു കർവ്ഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ട്, ഇൻവേഡ് ഒരു കോൺകേവ് മിററിന്റെ പോർഷനാണ്. അത് കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിലാണ് ഞാൻ ബൾബ് വെക്കുന്നത്. ഇങ്ങനെ ബൾബ് വെച്ചാൽ മാത്രമേ ഈ ബൾബിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റ് ഇവിടെ തട്ടി റിഫ്ലക്ട് ചെയ്തതിന് ശേഷം എങ്ങനെ പോകത്തുള്ളൂ, ഇങ്ങനെ പാരലായിട്ട് പോകത്തുള്ളൂ. ഇതിനെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഇങ്ങനെ പാരലായിട്ട് പോകത്തുള്ളൂ. അതായത് പാരലൽ ബീം ഓഫ് ലൈറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ, അതായത് സെർച്ച് ലൈറ്റ്, ഡോർച്ച് ലൈറ്റ് വളരെ ദൂരത്തേക്ക് ലൈറ്റ് നമുക്ക് കിട്ടാനാണല്ലോ നമ്മൾ ലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൈറ്റ് റേസ് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യണം, നേരെ പോകാം. പാരലൽ ബീമായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു
ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും പ്രിൻസിപ്പൽ ഫോക്കസിലായിരിക്കണം ബൾബ് വെക്കേണ്ടത്. അപ്പോൾ ആ കോൺകേവ് മിററിന്റെ, അതായത് ടോർച്ചിന്റെ ഇൻസൈഡിൽ കോൺകേവ് മിറർ സർഫസ് ആണുള്ളത്, റിഫ്ലക്റ്റീവ് സർഫസ്. അതിന്റെ ആ കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ നമ്മൾ ബൾബ് വെക്കുമ്പോഴാണ് ബൾബിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് റിഫ്ലക്ഷൻ സംഭവിച്ചതിന് ശേഷം എങ്ങനെ പോകുന്നത്, പാരലായിട്ട് പോകുന്നത്. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ പാരലൽ ബീം ഓഫ് ലൈറ്റ് കിട്ടും. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇതിന്റെ കോൺകേവ് മിററിന്റെ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മിറർ ഇൻ സെർച്ച് ലൈറ്റ്, ടോർച്ച് ലൈറ്റ് ഒക്കെ. അതേപോലെ അടുത്തൊരു കേസ്, ഇനി ഇവിടെ ഓബ്ജക്റ്റ് വെച്ചത് പ്രിൻസിപ്പൽ ഫോക്കസിലല്ലേ, ഇനി ഓബ്ജക്റ്റ് വെക്കുന്നത് ഇൻ ബിറ്റ്വീൻ പോൾ ആൻഡ് സെന്റർ ഓഫ് പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിനും പോളിനും ഇടയിൽ ഓബ്ജക്റ്റിനെ കൊണ്ടുവച്ചാൽ ഇമേജ് കോൺകേവ് മിററിൽ ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. പക്ഷെ ബാക്കി എല്ലാ കേസിലും ഡിഫറെന്റ് ആയിട്ട് ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ വിർച്വൽ ഇമേജ് ആയിരിക്കും. വിർച്വൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതായത് ഈ ഇമേജിനെ നമുക്ക്, ഈ കേസിലുള്ള ഇമേജിനെ ഒരിക്കലും നമുക്ക് സ്ക്രീനിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ എങ്ങും ഒരു സർഫസിലേക്ക് നമുക്ക് വീഴ്ത്തി പതിപ്പിക്കാൻ പറ്റത്തില്ല. ഈ ഇമേജ് കോൺകേവ് മിററിന്റെ ബിഹൈൻഡിൽ ഫോം ചെയ്യും. കോൺകേവ് മിററിന്റെ ബിഹൈൻഡിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നു, ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് പോളിലും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയ്ക്കാണ് ഓബ്ജക്റ്റ് ഉള്ളത് എങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. അപ്പൊ ആ ഫോം ചെയ്ത ഇമേജിന്റെ പ്രത്യേകത വിർച്വൽ ആയിരിക്കും. വിർച്വൽ ആയതുകൊണ്ട് തന്നെ ഇറക്റ്റ് ആയിരിക്കും. വിർച്വൽ ഇമേജ് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും, അപ്രൈറ്റ് പൊസിഷനിൽ തന്നെ ആയിരിക്കും ഉള്ളത്. നോക്കി, എ ബി അങ്ങനെയാണുള്ളത്, അതേപോലെ തന്നെ അപ്രൈറ്റ് പൊസിഷനിലാണ് ഇമേജ് നിൽക്കുന്നത്, എ ഡാഷ് ബി ഡാഷ്. പക്ഷെ ഇതെന്താണ്, ഇറക്റ്റ് ഇമേജ് ആണ്, കുറച്ച് എല്ലാവരുടെ ഇമേജ് ആണ്. എന്തിന്, ഓബ്ജക്റ്റിനെ കാട്ടി കുറച്ചുകൂടെ വലിപ്പം കൂടി ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഈ ഒരു കേസ് ഉപയോഗിക്കുന്നത് ഡെന്റിസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് മിറർ ഉണ്ടല്ലോ, നമ്മുടെ പല്ലൊക്കെ കേടായാലും ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മിറർ, അതുപോലെ ഷേവിംഗ് മിററിലൊക്കെ ഈ ഒരു കേസാണ് വർക്ക് ചെയ്യുന്നത്. കാര്യം ഈ ഒരു കേസിൽ ഓബ്ജക്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസിനും പോളിനും ഇടയിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിററിൽ ഫോം ചെയ്യും, വലിയ ഇമേജ് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് കണ്ണിന്റെ ഒക്കെ ഈ പറഞ്ഞ പല്ലിലൊക്കെ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് വലുതായിട്ട് കാണിക്കാനും ഒക്കെ ഇവിടെ പറ്റും, ഈ ഇതിനകത്ത് പറ്റും. ഈ കോൺകേവ് മിററിൽ വരും. കാര്യം ഇതിന്റെ ഇമേജ് അതിൽ തന്നെ ഫോം ചെയ്യുന്നത്, മിററിന്റെ ബാക്ക് സൈഡിൽ തന്നെ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കുമ്പോഴത്തേന് നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഈ കൈയൊക്കെ നോക്കുന്ന ആൾക്കാരല്ലേ, കൈ നോക്കി ഓരോന്ന് പറയുന്ന ഫലം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. ആ കോൺകേവ് മിറർ ഉപയോഗിച്ചത്. അപ്പൊ മിറർ നോക്കുമ്പോൾ അറിയാം, അതിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ കർവ്ഡ് ഇൻവേർഡ് ആയിട്ടിരിക്കുന്ന മിററാണ് കോൺകേവ് മിറർ. അപ്പൊ അതിൽ ഫോം ചെയ്യുന്ന ഇമേജ് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിലാണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. അത് എല്ലാവരും ഇമേജ് ആയിരിക്കും, അത് വിർച്വൽ ഇമേജ് ആയിരിക്കും, അതൊരു ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന് എല്ലാവരുമായിട്ടുള്ള സൈസ് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓബ്ജക്റ്റിന് കൂടുതലായിട്ട് വലിപ്പത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡെന്റിസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന മിററായിട്ട് നമ്മൾ കോൺകേവ് മിററാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് അത് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഓബ്ജക്റ്റ് കോൺകേവ് മിററിൽ പൊസിഷൻ ഓഫ് ഓബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്ന പ്രിൻസിപ്പൽ ഫോക്കസ് ഹൈലി ഡിമിനിഷ്ഡ് പോയിന്റ് സൈസ്. ഇമേജിന്റെ നേച്ചർ ഇറ്റ്സ് റിയൽ ആൻഡ് ഇൻവെർട്ടഡ് ആയിരിക്കും. ബിയോണ്ട് സി ആണെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് സിയിൽ ഫോം ചെയ്യുന്നു ഡിമിനിഷ്ഡ് ഇമേജ് റിയൽ ആൻഡ് ഇൻവെർട്ടഡ്. അറ്റ് സിയിൽ വെച്ച് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ് ഇമേജ് ഫോം ചെയ്യുന്ന സി തന്നെ ഫോം ചെയ്യും, സെയിം സൈസ് റിയൽ ആൻഡ് ഇൻവെർട്ടഡ്. സി ആൻഡ് എഫിലാണെങ്കിൽ ബിയോണ്ട് സി ഫോം ചെയ്യുന്ന എല്ലാർജ് ഇമേജ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവെർട്ടഡ്. അറ്റ് എഫിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ഫോം ചെയ്യും, ഹൈലി എല്ലാർജ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവെർട്ടഡ്. ബിറ്റ്വീൻ ബി ആൻഡ് എഫിൽ വെച്ച് കഴിഞ്ഞാലും ബിഹൈൻഡ് ദ മിറർ ഫോം ചെയ്യും, എല്ലാർജ് ആയിരിക്കും, വിർച്വൽ ആൻഡ് ഇറക്റ്റ്. അതായത് വിർച്വൽ ആൻഡ് ഇറക്റ്റ് എന്ന് പറയുന്ന ഒരു വിർച്വൽ ആൻഡ് ഇറക്റ്റ്, അതായത് മിഥ്യയായിട്ടുള്ള, വിർച്വൽ മീൻസ് മിഥ്യയായിട്ടുള്ളത്, തല നിവർന്നു നിൽക്കുന്നതുമായിട്ടുള്ള പ്രതിബിംബം രൂപം ചെല്ലുന്നത് എപ്പോഴാണ് ഓബ്ജക്റ്റ് എവിടെയാണ് കോൺകേവ് മിററിൽ വെക്കേണ്ടതെന്നുള്ളതാണ്. കോൺകേവ് മിററിൽ ഓബ്ജക്റ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പോളിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയ്ക്ക്, പ്രിൻസിപ്പൽ ഫോക്കസ് മുഖ്യക്ഷത്തിനും പ്രിൻസിപ്പൽ ഫോക്കസിനും മുഖ്യക്ഷത്തിനും പ്രിൻസിപ്പൽ ആക്സിസിനും ഇടയ്ക്കാണ് നമ്മൾ എന്ത് വെക്കുന്നതെങ്കിൽ ഓബ്ജക്റ്റ് വെക്കുന്നതിനുണ്ടെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് എല്ലാവരുടെ ഇമേജ് ആയിരിക്കും, അത് ബിഹൈൻഡ് ദ മിററിലായിരിക്കും ഫോം ചെയ്യുന്നത്, അത് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും, വിദ്യയായതും നിവർന്നു നിൽക്കുന്നതുമായ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു PSC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
നെക്സ്റ്റ് യൂസസ് ഓഫ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ യൂസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കോൺകേവ് മിറർ യൂസിൽ സെർച്ച് ലൈറ്റ്, ടോർച്ച് ലൈറ്റ്, വെഹിക്കിൾ ലൈറ്റ് ഒക്കെ പാരലൽ ബീം ഓഫ് ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോൺകേവ് മിറർ ഉപയോഗിക്കാം. പിന്നെ ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കാം. അതൊരു ഡെന്റിസ്റ്റിന് ഉപയോഗിക്കാം. ഡെന്റിസ്റ്റ് മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം.